സെവൻ സീറ്റ് വാഹനത്തിന് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് വിശ്വസിക്കുമോ? അത് ഡീസൽ എഞ്ചിനിലേക്ക് ഒരു ഹോണ്ടയുടെ വാഹനം വന്നിട്ടുണ്ട്. അതും 7 സീറ്റ് വാഹനം 20 കിലോമീറ്റർ നമുക്ക് ഷോർ മൈലേജ് പ്രതീക്ഷിക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്ന മുമ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാരുതിയുടെ സഡാൻ വാഹനം, അതും ചെറിയ രീതിയിൽ മോഡിഫൈഡ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 2015 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ സിയാസ് എന്ന VD എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. സൺറൂഫ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഡീസൽ ഒരുപാട് ആക്സറീസ് ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ സ്പോയിലർ വന്നിട്ടുണ്ട്. അതേപോലെ ടെയിൽ ലൈറ്റ് ഒക്കെ സ്മോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആദ്യം കാണിച്ചിട്ടാണ്. ഇതിനകത്ത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ആ ഗ്രില്ലിൻ്റെ ഭാഗങ്ങൾ ചെറിയ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. 7700 എന്നുള്ള ഫാൻസി നമ്പർ വന്നിട്ടുണ്ട്. ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു വെതർഷിപ്പിൻ്റെ ഭാഗത്തൊക്കെ ക്രോം ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ആ റെയിൻ ഗാർഡിൻ്റെ ഭാഗത്തും ക്രോം എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരു സൈഡ് പ്രൊഫൈൽ മൊത്തത്തിൽ ആ ഒരു ക്രോമും പിന്നെ ആ ഗ്രേ കളറും വന്നുകൊണ്ട് തന്നെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രൊജക്ഷൻ ചെയ്തിട്ട് ഈ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അലോയ്സ് തന്നെ കിഡിലൻ ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ബമ്പർ സ്കേർട്ടിങ്, റണ്ണിംഗ് ബോർഡിനകത്ത് സ്കേർട്ടിങ് വന്നിട്ടുണ്ട്. ബാക്ക് ബമ്പറിനകത്ത് സ്കേർട്ടിങ് അഡീഷണലി സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇൻറ്റീരിയർ ഭാഗത്തും ഒരുപാട് ചേഞ്ചസ് ഈ ഒരു വാഹനത്തിനകത്ത് വരുത്തിയിട്ടുണ്ട്. കിഡിലൻ തൈ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സീറ്റ് അവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യത്തിലധികം ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന വാഹനം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ മാരുതിയുടെ എല്ലാ വാഹനങ്ങളും ഈ ഒരു ഡോർ പാഡിൻ്റെ ഈ ഒരു ഭാഗം എങ്ങനെയായാലും ഡാമേജ് ആയിരിക്കും. കാരണം കമ്പനി മാനുഫാക്ചർ ചെയ്ത ആ ഒരു പീസ് ഡാമേജ് ആണ്. പക്ഷേ അതിന് വിപരീതമായിട്ട് ഒരു നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആ ഒരു സീറ്റ് കവറിലേക്ക് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കവറിലേക്കൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആ ഡോർ പാഡിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. എയർ ബാഗ്, ഡുവൽ എയർ ബാഗ് വരുന്നു, ABS വരുന്നു. അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നിൽക്കുന്ന 2015 മോഡലിൽ നിൽക്കുന്ന VD എന്ന പേരിൽ നിൽക്കുന്ന മാരുതിയുടെ സിയാസ് എന്ന സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. ഡീസൽ നമുക്ക് ഏകദേശം ഒരു 15-16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതാണ് വോയിസ് ഇങ്ങനെ കട്ടായി പോകുന്നത്. 4.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി 7 സീറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 20 കിലോമീറ്റർ ഡീസൽ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന 2017 മോഡലിൽ നിൽക്കുന്ന BRV എന്ന VX എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. അതും ഹോണ്ടയുടെ 7 സീറ്റ് സെഗ്മെന്റിൽ നിൽക്കുന്ന വാഹനം. KL 57 കൊടുവള്ളി രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള 20-22 വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന VX എന്ന പേരിൽ. VX ആയതുകൊണ്ട് അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഫ്രണ്ട് എന്ന് തുടങ്ങുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നു, അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ്, AC സീറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ആ ഒരു ടൈലൈറ്റിൻ്റെ ഡിസൈൻ നോക്കി ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരൊറ്റ പാറ്റേൺ ആയിട്ട് ഒറ്റ ലൈനായിട്ട് പോകുന്ന രീതിയിലാണ് ആ ടൈൽ ലൈറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ക്യാമറ കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. നല്ല ആ ഒരു ലെതർ സീറ്ററും കാര്യങ്ങളൊക്കെ അതിനകത്ത് കമ്പനീൻ്റെ വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. സെക്കൻഡ് റോയും തേർഡ് റോ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇന്റീരിയർ സ്പേസ് ഈ ഒരു വാഹനത്തിനുണ്ട്. സെൻട്രൽ AC ഇതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു 7 സീറ്റിൽ അത്യാവശ്യം നല്ല മൈലേജുള്ള അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഹോണ്ടയുടെ BRV എന്ന ഈ ഒരു വാഹനം. വാഹനം സ്വന്തമാക്കാം 7,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഒരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഗിയർ നോബും ഈ ഒരു വാഹനത്തിന് എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ പൊട്ടിയ ഒരു കുപ്പിച്ചിയിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എക്സ്റ്റീരിയറും ഇന്റീരിയറും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 2 വാഹനങ്ങൾ, ഒരു 5 സീറ്റ് ഡീസൽ എഞ്ചിനും 7 സീറ്റ് ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യമായ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.